ഇന്ത്യയുടെ കഴിഞ്ഞ കളിയുടെ മത്സരത്തിന് മുമ്പ് സൂര്യകുമാർ യാദവിനോട് ചോദിച്ചു, പ്ലേയിങ് 11 എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? സൂര്യ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? എന്തിനാണ് പ്ലേയിങ് 11 മാറ്റം വരുത്തുന്നത്? ടീം ജയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ടീമിലെ കളിക്കാരെല്ലാം മാനേജ്മെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് കളിക്കുന്നത്. അതുകൊണ്ട് പ്ലേയിങ് 11 മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അപ്പൊ സഞ്ജുവിനെ കളിപ്പിക്കുന്നതോ? സഞ്ജുവിനെ എവിടെ കളിപ്പിക്കേണ്ടത്? അഭിഷേക് ശർമ്മയ്ക്ക് പോരോ? തിലക് വർമ്മയ്ക്ക് പോരോ? എന്നിട്ട് ചിരിക്കുന്നു. എന്നാൽ ഇന്നലത്തെ മത്സരം കഴിഞ്ഞതോടുകൂടി സൂര്യകുമാർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇനി പ്ലേയിങ് 11 മാറ്റം വരുത്തണോ? ഇന്നലത്തെ തോൽവിക്ക് കാരണം എന്താണ്? അതിനും അഭിഷേക് ശർമ്മ മറുപടി പറയുന്നുണ്ട്. നോക്കാം എന്താണെന്ന്. 180, 185 റൺസ് പിന്തുടരുമ്പോൾ പവർ പ്ലേയിൽ കളി ജയിക്കാനാവില്ലെങ്കിലും കളി തോൽക്കാൻ സാധ്യതയുണ്ട്. പവർ പ്ലേയിൽ ഞങ്ങൾക്ക് തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായി. പവർ പ്ലേയിൽ വിക്കറ്റുകൾ കാത്തു സൂക്ഷിച്ചിരുന്നെങ്കിൽ ചെറിയ ചെറിയ കൂട്ടുകെട്ടുകളിലൂടെ ലക്ഷ്യത്തിലെത്താമായിരുന്നു. എന്നാൽ അത് സാധിക്കാതെ പോയി. ബാറ്റിംഗിൽ ഞങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടിയിരുന്നു. ഇതാണ് സൂര്യ പറഞ്ഞത്. ബാറ്റിംഗിൽ കുറച്ചുകൂടിയല്ല, ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്ന് ഇനിയും സൂര്യ വേൾഡ് കപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കുമായിരിക്കും. ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം മുതൽ നമ്മൾ പറയുന്നതാണ്. അതായത് USA-ക്കെതിരെയുള്ള മത്സരം മുമ്പേ ഇന്ത്യയുടെ ബാറ്റർമാർ എല്ലാവരും ഫോമിലല്ല എന്ന് നമ്മൾ കാണുന്നതാണ്. ഇഷാൻ കിഷന്റെ ഒരു ഒറ്റയാൾ പ്രകടനമാണ് മിക്ക കളിയിലും ഇന്ത്യ ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അവസാനം ഇറങ്ങി ശിവൻ ദുബെയുടെ ഒരു കോൺട്രിബ്യൂഷനോട് ആകുമ്പോഴാണ് ഇന്ത്യ ഒരു വിജയിക്കാവുന്ന സ്കോറിലേക്ക് എത്തുന്നതും. ഇന്നലെയും ശിവൻ ദുബെ നന്നായിട്ട് തന്നെ കളിച്ചു. എന്നാൽ ഇന്ത്യക്ക് എവിടെയാണ് പിഴച്ചത്? ടീം സെലക്ഷൻ മുതൽ തുടങ്ങാം. ഇന്നലെ എന്തോ കാര്യത്തിനാണ് അക്സറിനെ മാറ്റി സുന്ദറിനെ ഇറക്കിയത്. പിന്നെ റിങ്കു സിംഗ്, ഇപ്പോഴും റിങ്കു സിംഗ് വന്ന് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം മാനേജ്മെന്റ്. തിലക് വർമ്മ സ്ലോയിലാണ് ബാറ്റ് ചെയ്യുന്നത്. അത് പിന്നെ ടീം മാനേജ്മെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണെന്ന് നമുക്ക് പറയാം. ഇന്നലെ ഔട്ടായതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇടം കയ്യന്മാരെ കുത്തി നിറച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മറുമരുന്ന് കൊണ്ടാണ് എതിർ ടീമുകൾ വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കളികൾ നോക്കിയാൽ നമുക്ക് കാണാം, എതിരാളികളുടെ ബൗളിംഗ് ഓപ്പൺ ചെയ്യുന്നതെല്ലാം പാർട്ട്നർ സ്പിന്നർമാരാണ്. എല്ലാവരും വിക്കറ്റും എടുക്കുന്നുണ്ട്. അഭിഷേക് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരു മികച്ച റൺ നൽകിക്കൊണ്ടിരുന്നത് ഇഷാനാണ്. ഇന്നലെ ഇഷാൻ കൂടി ഔട്ട് ആയപ്പോഴത്തോളം ഇന്ത്യ മൊത്തത്തിൽ തകർന്നുപോയി. ശിവൻ ദുബെ മോശമല്ലാത്ത സംഭാവനകൾ അവസാനം ഇറങ്ങി അദ്ദേഹത്തിനെ കൊണ്ട് ആവുന്നത് പോലെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നലത്തെ കളിയിലും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായില്ല. കാരണം മൊത്തത്തിൽ തകർന്നു കിടക്കുകയാണല്ലോ. പിന്നീട് എങ്ങനെയെങ്കിലും കുറച്ചുകൂടി റൺ റേറ്റ് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ദുബെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. റൺ റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതിലിപ്പം മൂക്കും കുത്തി വീണ് കിടക്കുകയാണ് ഇന്ത്യ. -3.8 ആണ് റൺ റേറ്റ്. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം ഇന്ത്യ സെമിയിലേക്ക് കയറണമെങ്കിൽ. പിന്നെ ബൗളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ പേസർമാർ നന്നായിട്ട് തുടങ്ങി. പക്ഷെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് കളി പോയി. വരുണിനെയൊക്കെ എങ്ങനെ നേരിടണമെന്ന് നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് സൗത്ത് ആഫ്രിക്ക വന്നത്. ഡേവിഡ് മില്ലർ അത് പറയുകയും ചെയ്തിരുന്നു കളി കഴിഞ്ഞതിന് ശേഷം. വരുണിനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന്. വരുണിന്റെ ഏറ്റവും ഒരു മോശം സ്പെല്ലായിരുന്നു ഇന്നലത്തത്. 4 ഓവറിൽ 47 റൺസിന് 1 വിക്കറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് വീഴ്ത്താനായത്. അദ്ദേഹത്തിന് മത്സരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ല എന്നത് ഇന്ത്യയുടെ തോൽവിയുടെ ഒരു പ്രധാന കാരണമാണ്. അങ്ങനെ ഇന്ത്യൻ സ്പിന്നർമാരെ എങ്ങനെ നേരിടണമെന്ന് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ഇന്നലെ ഇറങ്ങിയത്. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത മത്സരത്തിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ 11 എന്നറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. സഞ്ജു മാത്രമാണ് ഒരു വലങ്കൈൻ ബാറ്ററായിട്ട് പുറത്തുള്ളത്. അഭിഷേകിനെ മാറ്റുമോ? തിലകിനെ മാറ്റുമോ? റിങ്കുവിനെ മാറ്റുമോ?